ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ്. പിന്നെ എന്തൊക്കെയുണ്ട്? കുറേ ദിവസമായി നമ്മളൊരു ഹെയർ പാക്ക് ഇട്ടിട്ട് അല്ലേ? ഹെയർ പാക്ക് ഒക്കെ ഇടാതെ മുടിയൊക്കെ വരണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു ഹെയർ പാക്ക് ചെയ്യാമേ. ഒരു സിമ്പിൾ ഹെയർ പാക്ക്, അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ വീട്ടിലുള്ള സാധനം, നമ്മളുടെ എല്ലാ വീടുകളിലും ഉള്ളത്, ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റമാണിത്. രണ്ട് ഐറ്റം വെച്ച് നമുക്ക് ഇന്നൊരു ഹെയർ പാക്ക് ഇടാം. ഇത് പണ്ട് കാലം മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പണ്ട് കാലം മുതൽ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന, എൻ്റെ വല്യമ്മച്ചി, അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ ചെയ്ത് തന്നിട്ടുള്ള ആ കാലങ്ങൾ മുതൽ ഉപയോഗിക്കുന്ന ഹെയർ പാക്കാ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നല്ല ഹെൽത്തിയുമാണ്, നല്ല റിസൾട്ട് തരുന്നതുമാണ്. നമുക്ക് റെഗുലർ ആയിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വീതം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്ത്യയിലുള്ളവർക്ക് അന്ന് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ചെടിയൊക്കെ കാണും. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണിത്. അതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് നോക്കാം ഏതാ പാക്ക് ഏതാണെന്ന് നോക്കാം. ഈ ഹെയർ പാക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെമ്പരത്തി പൂവാണ്. ഒരു 5 ചെമ്പരത്തി പൂവ്, ഒരു 5 ചെമ്പരത്തിയുടെ മൊട്ട്, ഒരു 5-6 ഇല, ഒരു 10 ഇല, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിന് കൂടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ഫ്രഷ് കഞ്ഞിവെള്ളം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കഞ്ഞിവെള്ളമാണ് ഇത്. പഴയതൊന്നും പുളിപ്പിച്ചതൊന്നുമല്ല, ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലോട്ട് അടിക്കാം. ഇത് പൂവൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന, ഇതിന്റെ ഈ ഞെട്ടും ഈ മഞ്ഞയൊക്കെ ഞാൻ കളഞ്ഞേക്കാമേ. ഇത് രാവിലെ പറിച്ചു വെച്ചപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് എല്ലാം പാടിപ്പോയത്. രാവിലെ മുതൽ ഞാൻ ഒരുങ്ങുക പാക്കിടാൻ. ഈ ഇലയുടെ ഈ തണ്ടൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ. എൻ്റെ ചെമ്പരത്തിയുടെ ഇല ഇങ്ങനെ മഞ്ഞ കളറാകും, എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ, ചെമ്പരത്തി എന്തുകൊണ്ട് മഞ്ഞിക്കുന്നതെന്ന്. വലിയ ചെടിയാ, ഒത്തിരി പൂക്കളും ഉണ്ടാവും, പക്ഷേ ഒരു കളറും ഇങ്ങനെ ഒത്തിരി ഡാർക്ക് ഗ്രീൻ അല്ല. ഗ്രീൻ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയി. ഒരുപാട് പൂക്കളുണ്ടാവും. ഇതിനകത്തോട്ട് നമുക്കിപ്പം ഇത്രയും കഞ്ഞിവെള്ളം ഒഴിക്കണ്ട, കുറച്ചൊഴിക്കാം. കാരണം ഞാനിപ്പോൾ നിങ്ങളെ പാക്കായിട്ട് ഇട്ട് കാണിക്കാനുള്ളതാണല്ലോ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകാനുള്ളതാണ്. അത് കാരണം ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ ബാത്റൂമിൽ പോയി തേക്കുന്നവർക്കാണ് ഇത് ഫുള്ള് ഒഴിക്കാം. ഞാനിപ്പം ക്യാമറയുടെ മുമ്പിൽ തേക്കാനായതുകൊണ്ട് ഒത്തിരി വെള്ളമായി പോയ ദേഹത്തൊക്കെ ഒഴുകും. അത് കാരണം നമ്മളിപ്പം ഒരു അര ഗ്ലാസും കൂടെ ഒഴിച്ചിട്ടില്ല, കുറച്ചാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ച് കുറുകി വേണം നമുക്ക്, അതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനിത് അടിച്ചിട്ട് വരാമേ. ഇപ്പൊ ഞാനത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പൊ നമുക്കിത് ഈ പാത്രത്തിനടുത്തോട്ടങ്ങ് ഒഴിക്കാം, എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇത് ഒത്തിരി ഇതായിട്ടായിരിക്കുന്നത്, വളവളാന്നായിരിക്കുന്നത്. നമ്മുടെ ചെമ്പരത്തിയുടെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെ ഉണ്ടാവും അരച്ചാലെന്ന്. അല്ലെങ്കിൽ ഇത് കയ്യിലിട്ട് പതപ്പിക്കുമ്പോഴായാലും അതിന്റെ ഒരു വളവിളപ്പുണ്ടല്ലോ. അപ്പം ഇതിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ തലയിൽ തേക്കാനായിട്ട് നമുക്ക് ഇത്രയും കട്ടി വേണം. ഇനിയും വെള്ളം ഒഴിക്കുവാണെങ്കിൽ നമുക്ക് തലേന്ന് ഒഴുകിപ്പോവും. നിങ്ങൾ ബാത്റൂമിൽ വെച്ച് തേക്കോ ഉടനെ കഴുകുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ഗ്ലാസും കഞ്ഞിവെള്ളം ഫുൾ ഒഴിക്കാം. ഇപ്പൊ ഞാൻ രണ്ടാമത് കഞ്ഞിവെള്ളം ഒഴിച്ച് തല കഴുകും. ബാത്റൂമിൽ പോയി തേച്ചാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇത് തേച്ച് നല്ല പിടിപ്പിച്ച് വെച്ച് ദേഹമൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തല കഴിയാൻ മതിയായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കിത് തലയിൽ തേക്കാമേ. ഇപ്പൊ നമുക്കിത് കുറേശ്ശെ എടുത്ത് തലയിൽ തേച്ച് തുടങ്ങാം. ഇതിന്റെ ഇത് കണ്ടോ, ഇങ്ങനെ ഇപ്പം ഞാനിപ്പോ ഇങ്ങനെ ഈ പാക്ക് ഇങ്ങനെയല്ല തേക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കൊണ്ട് തേപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇത് ലൂസായിട്ട് തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് തേക്കേണ്ടിയിട്ടാ ഇങ്ങനെ എടുത്തത്. ഇങ്ങനെ തേക്കുവാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഒരു മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഹെയറിന് ഭയങ്കര നല്ലതായിരിക്കും, ഒത്തിരി നല്ല. നമ്മൾ ഈ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ കൂടെ ഒരു മുട്ടയോ ഫുള്ളോ വൈറ്റ് മാത്രമോ അല്ലെങ്കിൽ ഫുൾ എഗ്ഗോ ഇതിന്റെ കൂടെ അടിച്ച് നമ്മൾ തലയിൽ തേച്ച് ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിൽ ഡബിൾ സ്ട്രെങ്ത് ആയിരിക്കും ഹെയറിന് കിട്ടുന്നത്, റിസൾട്ടും ഡബിൾ ആയിരിക്കും. ഞാനിതിപ്പം അങ്ങ് തേക്കട്ടെ. കുറേ ദിവസമായി ഇത് ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ട്. മുടി നന്നായിട്ട് വളർന്നതായിരുന്നു, പിന്നെയും കൊഴിയാൻ തുടങ്ങി. നമ്മൾ റെഗുലറായിട്ട്
ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് വയസ്സായാലും മുടിയുടെ സൗന്ദര്യം കുറയാതിരിക്കും. മുടിയൊക്കെ ഒരു വരണ്ടു പോകും പ്രായമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇതൊക്കെ നല്ലതായിട്ട് റൂട്ടിനാണ് നമുക്ക് ഹെൽത്ത് വേണ്ടുന്നത്. റൂട്ടിൽ അങ്ങ് നല്ല അപ്ലൈ ചെയ്ത ശേഷം ബാക്കിയുള്ളത് നമ്മൾ മുടിയിലോട്ടും പറ്റേ. ഇതിപ്പോ കാണുമ്പോൾ കുറച്ചാണെങ്കിലും നന്നായിട്ട് മുടിയിൽ പിടിക്കും. ഇതൊരു വളവളാന്നിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ആകും. എനിക്ക് ഇവിടൊക്കെ ആയിരുന്നു പണ്ട് ഹെയർ ഫോൾ കൂടുതൽ. മുടി ഇല്ലാത്തത് ഇവിടൊക്കെ ആയിരുന്നു എനിക്ക് പണ്ടൊക്കെ. ഇപ്പൊ മുടിയുണ്ട് ഇവിടൊക്കെ. ഇത് ഇങ്ങനെ നമ്മൾ തേക്കുന്നത് കൊണ്ടാ കുറച്ച് പോലെ തോന്നുന്നത്. ഇപ്പൊ എനിക്ക് പണ്ടത്തെ ഇത്ര വൃത്തികേടില്ല. പണ്ട് എനിക്ക് നെറ്റി അങ്ങ് കേറിയിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു. ഞാൻ ഈ ഓരോ പാക്ക് കാണിക്കുമ്പോ എന്നോട് ഒരാൾ കമന്റ് ഇട്ടേക്കുക, ഈ 2 പാക്ക് കാണിച്ചു, ഇത് ഏത് പാക്ക് തേച്ചപ്പോഴാണ് നിങ്ങളുടെ മുടി വളർന്നത്? നമ്മൾ ഒരു പാക്ക് ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു പാക്ക് തന്നെ ഇട്ടോണ്ടിരിക്കാനല്ലല്ലോ, മാറി മാറി ഇടണ്ടേ. ഞാൻ മുടി വളരാനായിട്ട് ഇട്ട പാക്കുകളൊക്കെ കാണിക്കാനാണെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തോരമാ ഞാൻ ചെയ്യുന്നേ. ഞാൻ അതിനു വേണ്ടി ഒരു ചെടി വളർത്തിക്കൊണ്ടിരുന്നു, അത് ആരാണ്ട് പറിച്ചു കളഞ്ഞു പാക്ക് കാണിക്കാൻ വേണ്ടി. ഇനി അത് എവിടെയെങ്കിലും പോയി തേടിയെടുക്കണം. ഞാൻ ഇവിടെ ഒന്ന് വളർന്നത്, ഞാനത് വെയിറ്റ് ചെയ്ത് വെച്ചേക്കുക, ഇച്ചിരിയുടെ വളർന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഹെയർ പാക്ക് ഇടുന്നത് കാണിക്കണമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു. അത് പോയി. ഇനി ഞാൻ തേടിയെടുത്ത് അടുത്ത പാക്കിൽ അത് കാണിക്കാം. അപ്പൊ ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. ഷാമ്പു വേണ്ട, ഇത് തന്നെ ഒരു താളിയാണ്. ഷാമ്പു വേണ്ട. ഞാനിപ്പോ ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകും. നിങ്ങൾ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ഫുള്ള് ഒഴിക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ കഞ്ഞിവെള്ളം വേണ്ട, അത് തന്നെ മതി. ഫ്രഷ് കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് ഇത് വെക്കണ്ട. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. ആവശ്യത്തിന് ഒരു 10 ഇല, ഒരു 5-6 പൂവ്, ഒരു 5-6 പൂവ് മൊട്ട്, ഇതെല്ലാം കൂടെ എടുത്താൽ തന്നെ നമ്മുടെ തലയ്ക്കുള്ള ധാരാളം ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും തേക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. കഞ്ഞിവെള്ളമാ, അത് അഴുക്കാവും. പുളിച്ച കഞ്ഞിവെള്ളം നല്ലതാ. പക്ഷെങ്കിൽ നമ്മളിപ്പോ ഇന്ന് പാക്കറ്റ് ഇട്ട് നാളെ വീണ്ടും ഇടത്തില്ലല്ലോ, പിന്നെ നമ്മൾ 3-4 ദിവസം കഴിഞ്ഞല്ലേ ഇടുന്നത്. അപ്പോഴത്തേനും അത് അഴുക്കായി പോകും, വല്ല ഫംഗസ് ഒക്കെ പിടിക്കാവുന്ന, തലയ്ക്കൊന്നും നല്ലതല്ല, ഡാൻഡ്രഫ് ഒക്കെ വരും. അതുകൊണ്ട് ഫ്രഷ് കഞ്ഞിവെള്ളത്തിൽ നല്ല നല്ല അടിച്ച് പാക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഷാമ്പു വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. പക്ഷെ ഇത് താളിയാണ്. നമ്മളിപ്പോ ഇത് തേച്ചേക്ക് നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതൊരു താളിയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണ്ട. അപ്പൊ ഓക്കെ, വാഷ് ചെയ്തിട്ട് കാണാം. ഇപ്പൊ നമ്മള് മുടി നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. തൊട്ടാൽ തന്നെ നല്ല എന്താ പറയുന്നത്, പട്ടുനൂലിന്റെ അകത്തൂടെ പോകുന്ന പോലെ നല്ല പോളിഷ് ചെയ്ത ഹെയർ പോലെ ഉണ്ട്. ഇപ്പൊ കണ്ടോ, മുടിയുടെ ഒരു ഇത് കണ്ടോ, നല്ല പോളിഷ് ചെയ്ത പോലെ ഉണ്ട്. ഒന്നും തട്ടിയതല്ല, നനഞ്ഞ മുടിയാ, ഉണങ്ങിയിട്ടില്ല. കണ്ടോ, നല്ല ഷാമ്പുമാ കണ്ടീഷണറുമാ ഹെയർ പാക്കുമാണ് ഇത്. ഷാമ്പു, കണ്ടീഷണർ ആൻഡ് ഹെയർ പാക്ക് 3നും പറ്റുന്ന ഒരു പാക്കാണിത്. ഞാൻ ചെയ്തതുപോലെ ഇപ്പം പാക്ക് ഇട്ട് 10 മിനിറ്റ് ഇരിക്കാനാണെങ്കിൽ ഇതിന് കൂടെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഷാമ്പു ചെയ്യണ്ട. പിന്നെ ഇനിയും നല്ല റിസൾട്ട് ആയിരിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേങ്കിൽ മുടി വളരാൻ ഒരുപാട് നല്ലതായിരിക്കും മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ. സാധാരണ നോർമൽ വാഷിന് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ബാത്റൂമിൽ തന്നെ നമ്മൾ പോയി നല്ല വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്ത് അങ്ങോട്ട് നല്ലതായിട്ട് നനച്ചങ്ങ് തേച്ചിട്ട് നമ്മൾ ദേഹമൊക്കെ കുളിച്ച് കഴിയുമ്പോഴത്തേനും 5 മിനിറ്റ് ആവുമല്ലോ. അത് കഴിഞ്ഞ് തല നന്നായിട്ട് വാഷ് ചെയ്യുക. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യരുത്. നല്ലതായിട്ട് അഴുക്കും പോകും, നല്ലതായിട്ട് ചെളിയും പോകും തലയുടെ. നല്ല മുടി നല്ല പട്ട് പോലെ ആകും. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് പറയണേ എങ്ങനെ ഉണ്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലെ നല്ല നല്ല സിമ്പിൾ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്ന നല്ല സിമ്പിൾ, അതായത് വീട്ടിൽ തന്നെ നമ്മുടെ ചുറ്റും, നമ്മുടെ കൈയുടെ ചുറ്റുമുള്ള സാധനങ്ങളായത്. ഇപ്പം ഈ ചെമ്പരത്തി ഇലയും പൂവൊക്കെ നമുക്ക് വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ ഹൈബിസ്കസ് പൗഡർ എന്നും പറഞ്ഞ് നമുക്ക് കടകളിലും കിട്ടും, അല്ല ഓൺലൈനായിട്ട് മേടിക്കാൻ ആമസോണിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വാങ്ങിക്കാനും കിട്ടും. വാങ്ങി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ബൈ, സി യു.